ഇടുക്കി രാജാക്കാട് പുന്ന സിറ്റിയിൽ കാറ്റിലും മഴയിലും വൻമരം റോഡിലേക്ക് വീണു. മണിക്കൂറുകളോളം ഗതാഗത തടസ്സം. രാവിലെ 7 മണിയോടെയാണ് തിരക്കേറിയ റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണത്. ആഷിഖ് വിശദാംശങ്ങളുമായി. ആഷിഖ്, ഫയർഫോഴ്സ് പോർട്ടലുണ്ട്. മരം പൂർണ്ണമായും ഇപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. പുന്ന സിറ്റിയിലെ വലിയ തിരക്കുള്ള ടൗണിലാണ് രാവിലെ 7 മണിയോടുകൂടി വൻമരം കടപുഴകി വീണത് എന്നുള്ളതാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും പ്രധാന പാതയായതിനാൽ തന്നെയും വലിയ നീണ്ട നിര, കിലോമീറ്ററുകളോളം നീണ്ട നിര വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഗതാഗത തടസ്സം വലിയ രൂക്ഷമായി രൂപപ്പെട്ടിരുന്നു. ഏതായാലും നാട്ടുകാർ അറിയിച്ചതിന്റെ ഫലമായിട്ട് രാജാക്കാട് നിന്നുള്ള പ്രത്യേക ഫയർഫോഴ്സ് സംഘം എത്തുകയും ഉടനടി തന്നെ മരം മുറിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുന്ന ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഈ മരം മുറിച്ചു നീക്കിയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിലേക്ക് അവിടുത്തെ ഗതാഗതം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നല്ല ശക്തമായ കാറ്റും ഉണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും മരം മറിഞ്ഞു വീഴുന്നുണ്ട്. ഗതാഗത തടസ്സമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സാധാരണഗതിയിൽ ഇത്തരം മലയോര മേഖലയിൽ തന്നെയും മഴക്കാലത്തിന് മുന്നോടിയായി മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടി കൃത്യമായി തന്നെ നടപ്പിലാക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിലൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് രാജാക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പുന്ന സിറ്റി ഭാഗങ്ങളിലൊക്കെ തന്നെയും ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലെ വഴിയോരത്തെ മരങ്ങൾ കൃത്യമായി മുറിച്ചു നീക്കിയിട്ടില്ല എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും ആശ്വാസകരമായ കാര്യം, അപകടത്തിൽ ആർക്കും തന്നെയും പരിക്കില്ല. ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് സൈഫുദ്ദീൻ. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന്.